ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സോ ഇപ്രാവശ്യം ഞാൻ സോളോ ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. ഗോകർണ ബീച്ച് ട്രക്ക് ലക്ഷ്യമിട്ടിട്ട് ഗോകർണത്തേക്ക് നമ്മൾ എറണാകുളത്ത് നിന്ന് ഉടുപ്പിയിലോട്ട് ട്രെയിൻ കയറിയതാണ്. ഉടുപ്പിയിൽ വേഗം ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ തട്ടി നേരെ ഗോകർണത്തേക്കുള്ള ട്രെയിൻ പിടിച്ചു. ഒരു 3 മണിക്കൂർ ഏകദേശം എടുത്ത് കാണും. ഒരു 4-4:30 ട്രെയിൻ ആയിരുന്നു. എന്നാലും ഒരു 3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ആ ട്രെയിൻ നമ്മുടെ ഗോകർണയിൽ എത്തുന്നത്. ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി നടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 1 കിലോമീറ്ററിന് താഴെ ഒരു ദൂരത്തിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തും. ഇപ്രാവശ്യം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. എയ്തർ ബസ് അല്ലെങ്കിൽ നടക്കുക. ഓട്ടോയോ ക്യാബോ വിളിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ടില്ല. ഹലോ ഗായ്സ്, സോ ഞാൻ ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് എനിക്കൊരു ഐഡിയ വന്നത്. നമുക്ക് ഗോകർണ ബസ് സ്റ്റാൻഡ് വരെയുള്ള പോകുന്ന 14 കിലോമീറ്റേഴ്സ് പോകുന്നൊരു ബസ് കിട്ടും. ആ ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റലിലേക്ക്. നടക്കുന്ന വഴിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് റെയിൽപാളം പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് മനസ്സിലായി ഇവിടെ കത്തിയാണെന്ന്, ഓട്ടോയ്ക്ക് കത്തിയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബസ് എടുക്കാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഇത്രയും ആൾക്കാർ നടന്നിട്ടാണ് പോകുന്നത്. ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നതെന്ന് വിശ്വസിക്കാം. നടന്നതേ ഈ ഒരു കടയുടെ മുന്നിൽ എത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരെ ക്രോസ് ചെയ്യണം. ആ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന എല്ലാ ബസ്സുകളും ഏകദേശം ഗോകർണ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മളെ മാപ്പ് വെച്ച് ഡയറക്ഷൻ നോക്കിയാൽ മതി. കാരണം അവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒന്നല്ലെങ്കിൽ കന്നഡ മാത്രം അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങൾ ബസ്സിൽ കയറി ഗോകർണ ബസ് സ്റ്റാൻഡിലോട്ട് ടിക്കറ്റ് എടുക്കണം. മാപ്പ് വെച്ച് നിങ്ങൾക്ക് ഗോകർണ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഓട്ടോ ഒന്നും വിളിക്കരുത്. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഹോസ്റ്റൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കുറേ കാടും കുറേ അമ്പലമൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഹോസ്റ്റലിൽ എത്തുന്നത്. പോകുന്ന വഴിക്ക് എനിക്കൊരു അടിപൊളി സൺസെറ്റും കിട്ടിയായിരുന്നു. ഏകദേശം ഒരു 6-6:30 മണിയായി ഞാൻ ഹോസ്റ്റലിൽ എത്താൻ. അത് കാരണം 5:40 ഒരു ശിവ കേവ് ട്രെക്കിങ്, ഗോഗർഭ കേവ് എന്നാണ് കേവിൻ്റെ പേര്, അല്ലെങ്കിൽ ശിവ കേവ്. അതിലൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു, ഹോസ്റ്റലുകാർ നടത്തുന്നൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതെനിക്ക് മിസ്സായിപ്പോയി. സോ അവിടെ 7 മണിക്കൊരു ലൈവ് ഷോ നടക്കുന്നുണ്ടായിരുന്നു, ഒരു മ്യൂസിക് ലൈവ് ഷോ നടക്കുന്നതുകൊണ്ട് ഞാൻ വേഗം 6:30 മണിയായിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം. സോ ഞാൻ ഫ്രഷപ്പായി റൂമൊക്കെ ഒന്ന് കണ്ട് ഫ്രഷപ്പായി നേരെ റെഡി ആവാൻ വേണ്ടി പോയി. ഇതാണ് ഞാൻ. അയ്യോ, 12 മണിക്കൂർ യാത്രയായിരുന്നു ഗൈസ്. കോമൺ ബാത്റൂം ഇവിടെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, സോ ഞാൻ കുളിച്ച് കുട്ടപ്പിയായിട്ട് ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 7:30 ഒരു മന്ത്ര കഫേയിലൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. സോ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് പുറത്തിറങ്ങാൻ പോവാണ്. റൂമിൽ നിന്ന് ഇറങ്ങിയതും ആദ്യം ഞാൻ കണ്ടത് ഈ ഒരു പീക്കിരി പൂച്ചയായിരുന്നു. അധികം ഇണങ്ങാത്തൊരു പൂച്ചക്കുട്ടിയായിരുന്നു, വളരെ പേടിച്ചൊരു പൂച്ചക്കുട്ടിയായിരുന്നു. സോ ഇരുട്ടാവുന്നതിന് മുന്നേ ഈ ബീച്ച് വ്യൂവിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ വൈബ് അടിച്ച് നേരെ ഞാൻ കഫേയിൽ പോയിട്ട് എൻ്റെ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തു. കാരണം അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൺസൂൺ ആയതുകൊണ്ട് തന്നെ ബീച്ച് ട്രിപ്പ് ക്യാൻസലായിപ്പോയി ഗൈസ്. സോ ഞാൻ വേഗം രാവിലെ എണീറ്റ് കുംത ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മുരുദേശ്വർക്കുള്ള ടിക്കറ്റ് എടുത്തു. കാരണം വന്നത് എന്തായാലും വേസ്റ്റാക്കാൻ പറ്റത്തില്ലല്ലോ. ബട്ട് നല്ല മഴയുണ്ടായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കേരളത്തിലെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ എന്തല്ലേ. സോ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ മേടിച്ച റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്ന് തുടങ്ങി. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന്, മുരുദേശ്വർ ബസ് സ്റ്റാൻഡിൽ നിന്ന്
കുറച്ച് ഒരു മണിക്കൂറിന് താഴെയൊക്കെ നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ നടന്ന് ഈ നിർത്തിയിട്ട കാറുകളുടെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് മഴയൊക്കെ ആസ്വദിച്ച് എത്തി. ഇവിടെ നല്ല മഴയാണ്. മുരുദേശ്വർക്ക് വന്നത് കൊള്ളായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല മഴയുണ്ട്. കേരളത്തിൻ്റെ ഏകദേശം സെയിം അവസ്ഥയാണ്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഇവിടെ റോഡിലൊക്കെ ഭയങ്കര വെള്ളമുണ്ട്. മുരുദേശ്വർ മറ്റേ KSRTC NWRTC വന്ന് ബസ് സ്റ്റാൻഡ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 12 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ശിവ ടെമ്പിളിലെത്താം. മഴയായതുകൊണ്ട് ഭയങ്കര കോട പോലെ വന്നിട്ടുണ്ട്. നടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഈ കവർ എന്ന് പറയുന്നത് ഫുള്ളി കവേർഡല്ല. പിന്നെ 2 ബാഗ് ഉണ്ടാവുകൊണ്ട് കുറച്ച് തടിയുള്ള മനുഷ്യൻ്റെ പോലെ ആയിപ്പോയി. ഏകദേശം ഒരു 1 മണിക്കൂറിന് മഴയിലാണ് ഗൈസ് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് തുളുമ്പിയത്. നമ്മൾ വിചാരിക്കും അത്യാവശ്യം ആഴമൊന്നുമില്ല, പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം നടക്കാൻ. പിന്നെ ചെറുതായിട്ട് വഴുക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ചെരുപ്പിന് ഭയങ്കര ഗ്രിപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടെ ഈ മഴയായതുകൊണ്ട് റെയിൻ കോട്ട് ഇല്ലാത്തവരും കുട പിടിച്ചിട്ട് നനയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ അവരിങ്ങനെ ഓടി പോകുന്നുണ്ട്. അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ചെറുതായി വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ബീച്ചിൻ്റെ അവസ്ഥ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര മഴയിൽ ഇങ്ങനെ ബീച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക, വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നതൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നമ്മളെ ഇവിടുന്ന് റോട്ടിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകി പോയിട്ട് ഈ ബീച്ചിൻ്റെ വെള്ളം ഒക്കെ നിറമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ ബീച്ചിന് ഈ നിറം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ച് വളരെയധികം ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ബീച്ച് ട്രെക്കിൻ്റെ പെർമിഷൻ കിട്ടാതെ പോയത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് എടുത്ത് പോകായിരുന്നു. പക്ഷേ എനിക്കെന്തായാലും ഈ മുരുദേശ്വർ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവിടെ എത്തിയപ്പോൾ എന്താ ഒരു പ്രത്യേക വൈബ്. ഭയങ്കര മഴയാണെങ്കിൽ പോലും ആ മഴയത്ത് നമുക്ക് അവിടെ ഇങ്ങനെ എന്താ പറയുക, അധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു സ്പോട്ടുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പീസ്ഫുൾനെസ് ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, സോ ഞാൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. എക്സിറ്റ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം എല്ലാ ആൾക്കാരും ഇങ്ങനെ പോകുന്നതിനുള്ളതിനനുസരിച്ചാണ് പോകുന്നത്. നല്ല മഴയുണ്ട്, നല്ല ഇടിയുണ്ട്. ഇത്രയും മഴ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലെ പ്രളയത്തിൻ്റെ ഒരു ഇഫക്റ്റൊക്കെ ഉണ്ട്. മുട്ടുപേരൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെ ടെമ്പിളിൻ്റെ ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ പല ഭക്തരും വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ ആ സ്പോട്ടിൽ നിന്ന് അവർക്കറിയാവുന്ന ആ സ്പോട്ട് ഉണ്ടല്ലോ, ആ സ്പോട്ടിൽ കയറി ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഭംഗിയുള്ള വീഡിയോസും ഫോട്ടോസും കിട്ടുന്നുണ്ടെന്ന്. സോ ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറിയാലാണ് നമ്മുടെ ശിവ സ്റ്റാച്യു ഉള്ളത്. സോ കുറച്ച് നേരം ഞാൻ അവിടെ റെസ്റ്റ് എടുത്ത് ഈ ആൾക്കാർ പൂജയൊക്കെ ചെയ്യുന്നത് കണ്ട് കയറിപ്പോയി. മഴ ഏകദേശം ഒന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ ശിവ സ്റ്റാച്യുവിൻ്റെ ശരിക്കുള്ള ഭംഗിയൊന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. വെറുതെ അല്ല കേട്ടോ, നമ്മൾ സെക്കൻഡ് ടോളസ്റ്റ് ശിവ സ്റ്റാച്യു എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ശിവ സ്റ്റാച്യു തന്നെയാണ്. അതിനെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മുരുദേശ്വർ ബീച്ച് ഇരിക്കുന്നത്. മഴ കൂടിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടായിരുന്നു വേവ്സൊക്കെ ഒന്ന് കാണാനായിട്ട്. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു കേവ് മ്യൂസിയം ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയുള്ളൂ, അഡൽട്സിനൊക്കെ 20 രൂപയാണ്. ഇതിന് വലിയ സ്റ്റോറീസ് ഒന്നും അറിയത്തില്ല. കൈലാസത്തിൽ ഉള്ള സ്റ്റോറീസ് പറയുന്നത്, ശിവനെ പറ്റിയുള്ള സ്റ്റോറീസ് പറയുന്നതാണ്. അത്യാവശ്യം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഭദ്രകാളിയുടെ നമുക്കിത് ഒരു കണ്ണേറയിൽ
എനിക്ക് അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുരുദേശ്വർ ബീച്ചിൽ ഇറങ്ങാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ആ ഒരു ബീച്ചിൻ്റെ നിറമൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് ഇറങ്ങാനായിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് കാണുകയാണെങ്കിൽ അടുത്തുനിന്ന് കാണുകയാണെങ്കിൽ ആ ഒരു വേവ്സിൻ്റെ ആ ഒരു വെള്ളം കൂടിയതുകൊണ്ടായിരിക്കണം ആ വേവ്സ് കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഞാനങ്ങനെ നടന്ന് എൻ്റെ ചെരുപ്പ് വേഗം എടുത്തു. ടെമ്പിളിന് പുറത്ത് വെച്ച് ചെരുപ്പ് വേഗം എടുത്തതേ ഈ കാണുന്ന ബീച്ച് വ്യൂ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയും ഒരു മാംഗോ ലസ്സിയും കുടിച്ചു. ഞാൻ വിചാരിച്ചു അത്യാവശ്യം അത് കണ്ടിട്ട് വലിയ എമൗണ്ട് ഒന്നും തോന്നിയില്ലെങ്കിലും അത് ഫുഡ് അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ. ഞാൻ നേരെ ഇനി പോകുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഫുഡ് അത്യാവശ്യം ഹെവി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഏതർ ബസ് ഓർ വാക്കിംഗ് ആണ്, നമ്മൾ ഓട്ടോ വിളിക്കാനുള്ളൊരു പ്ലാൻ ഇല്ല. മുരുദേശ്വർ റെയിൽവേ സ്റ്റേഷൻ എവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. 2 കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവുകയാണ്. മഴയായതുകൊണ്ട് വെയിലില്ല. നമ്മൾ കുട പിടിച്ചത് ഇങ്ങനെ നേരെ അങ്ങോട്ട് നടന്നാൽ മതി. അവിടെ പോയിട്ട് വേണം നമുക്ക് ഉടുപ്പിയിലോട്ടുള്ള നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ ഓട്ടോ ഒക്കെ കാണും, അതൊക്കെ എടുക്കാൻ തോന്നും. പക്ഷേ ഞാൻ മനസ്സിനോട് പറഞ്ഞു നമ്മൾ നടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബസ് അതുവരെ പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും നടക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. ആ ഒരു മൂഡ് വെച്ചിട്ട് അങ്ങനെ നടന്ന് പോവാമെന്ന് വിചാരിച്ചു. നടന്ന് ഒരു ഹൈവേയുടെ ഒരു റൂട്ടിലേക്കാണ് വന്നത്. അങ്ങനെ ദൂരെ നിന്ന് ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ ആരെങ്കിലും കൊണ്ടുപോയിക്കോ. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഒരു മഞ്ഞ ബോർഡിൽ മുരുദേശ്വർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാർ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ മുരുദേശ്വർ ശിവ ടെമ്പിളിൽ നിന്നുള്ള ആൾക്കാർ മിക്കവാറും ട്രെയിൻ തന്നെയാണ് എടുക്കുന്നത്. അവിടെ നിന്ന് മുംബൈ വരെ പോകുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ദൂരത്തേക്കുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ദൂരയാത്രയ്ക്കുള്ള ട്രെയിനുകൾ വരെ ആ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ഒരു വ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഈവനിങ് സ്കൈ ആണ്. എന്താ പറയുക, അത്രയും ബ്ലൂ ആയിട്ടുള്ള ഒരു ഏരിയ, അതുപോലെ ആ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളൊരു വ്യൂ എന്നുണ്ടല്ലോ, അതൊക്കെ നമുക്കവിടെ കണ്ട് നിൽക്കാൻ തോന്നും. ഇത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ മാറിപ്പോയി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാർ നമ്മളെ കൂടെ ഉടുപ്പി വരെ ഉണ്ടായിരിക്കും. ഞാൻ പോകുന്ന ഈ ട്രെയിൻ എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ ട്രെയിൻ മിസ്സായിപ്പോയി. രണ്ടാമത് പോകുന്ന ട്രെയിനിൽ എല്ലാം ജനറൽ സീറ്റാണ്. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സീറ്റ് കിട്ടും. ഞാൻ ഹോസ്റ്റലിലിരിക്കുമ്പോൾ ഒരു തൽക്കാലം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ബുക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. തൽക്കാലം ഒരു ബുക്കിംഗ് കിട്ടിയത് പുലർച്ചെ 2 മണിക്കായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് 2 മണിക്കായിരുന്നു പുലർച്ചെ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് ഞാൻ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റിട്ടയറിംഗ് റൂം കിട്ടുമെന്ന്. PNR നമ്പർ കാണിച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാം, അവിടെ ചെന്നിട്ടും ബുക്ക് ചെയ്യാം. അങ്ങനെ ഞാനൊരു റിട്ടയർ റൂം എടുത്ത് ഒരു 1-2 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ കിട്ടി. ആ ഒരു 1-2 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയതേ ഞാൻ തിരിച്ചു പോവുകയാണ് ഗായ്സ്. ഏകദേശം ഒരു 2 മണിയായി. പക്ഷേ ട്രെയിൻ എത്താൻ ഏകദേശം ഒരു 4 മണിയായി. ഞാനവിടെ പോസ്റ്റായി വീണ്ടും ഗായ്സ്. അത്യാവശ്യം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ചരക്ക് വണ്ടികളൊക്കെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അതെ, കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത്രയും ഒരു പുലർച്ചെ 4 മണിയാണ്. അത്യാവശ്യം ആൾക്കാരൊന്നുമില്ല. ഞാൻ മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മാറി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ വൈബടിച്ച് ഒരു ട്രെയിൻ എത്തിയതും ഞാൻ ചാടി കയറി ഉറങ്ങി. ഒന്ന് കണ്ണ് തുറന്നപ്പോഴേക്കും നമ്മളുടെ എറണാകുളം എത്തി. അങ്ങനെ മെട്രോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ് ഗൈസ്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയൊരു ട്രിപ്പിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. ഒരു ഓട്ടോ പോലും വിളിക്കാണ്ട് എടുത്ത ആദ്യത്തെ ട്രിപ്പാണ്. നമ്മൾ നടക്കലും അതുപോലെ ബസ് എടുക്കലും അതുപോലെ മെട്രോ എടുക്കലും മാത്രമേ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളൂ.
സോ അത്രയേ ഉള്ളൂ ഗായ്സ്, എൻ്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത ട്രിപ്പ് വിശേഷങ്ങളുമായി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. I am always open to suggestions and also new places. So bye.